നമസ്കാരം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന നോൺ വൊക്കേഷണൽ ടീച്ചർ എന്ന് പറയുന്ന പരീക്ഷയെ പറ്റിയിട്ടാണ്. കുട്ടികൾ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു പരീക്ഷയാണ്. ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് NVHSC NVT എന്ന് പറയുന്ന പരീക്ഷയുടെ പ്രീവിയസ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്നാണ് പരീക്ഷ വരാൻ പോകുന്നത്, എന്ന് വരെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി ഉണ്ടോ. അതിൽ നിന്ന് ഒരു 12 മാസം പുറകോട്ട് പിടിച്ചോ, ഒരു 8 മാസം പുറകോട്ട് പിടിച്ചാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമെന്ന എക്സാം ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് വെച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, ഏറെക്കുറെ ആ സമയത്ത് തന്നെ മുന്നേ ഉള്ള ലിസ്റ്റ് തീരുന്ന ആ സമയത്ത് തന്നെ പുതിയ ലിസ്റ്റ് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് PSC. അങ്ങനെയാണെങ്കിൽ NVHSC NVT പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പരീക്ഷകളുടെയും റാങ്ക് ലിസ്റ്റിന്റെ ഡേറ്റ് നോക്കുക, വന്നത് 2024 ലാസ്റ്റ് അഡ്വൈസ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 2024 വന്ന പരീക്ഷ 25, 26, 27 ആവുമ്പോഴത്തേക്കും, 27 അവസാനം ആവുമ്പോഴത്തേക്കും ആ ലിസ്റ്റ് തീരും. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 27 അവസാനത്തിലേക്കോ 28 ആദ്യത്തിലേക്കോ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 27 തന്നെ പരീക്ഷ നടക്കണം. ഓക്കെ, സോ NVHSC പരീക്ഷ ഏതുമായിക്കോട്ടെ, NVT നോക്കുക, ജനറൽ ഫൗണ്ടേഷൻ, ജോഗ്രഫി, മാത്സ്, ഇംഗ്ലീഷ് ജൂനിയർ, ഇംഗ്ലീഷ് സീനിയർ, കൊമേഴ്സ്, പിന്നെ എക്കണോമിക്സ്, ഫിസിക്സ്, ഹിസ്റ്ററി, ബയോളജി ഇത്യാദി എല്ലാ പരീക്ഷകളും ഇനി വരാൻ പോവുകയാണ്, വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി HSST പരീക്ഷ കഴിഞ്ഞു, സെയിം സിലബസ് ആണ്. അതുകൊണ്ട് HSST പരീക്ഷ കഴിഞ്ഞിട്ട് വെറുതെ കയ്യും കഴുകി ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കണ്ട. VHSC തീരെ മോശമല്ല. HSST കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ VHSC ആ. NVHSCയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇനി ജനറൽ പേപ്പർ എന്ത് മാറ്റാ വരുന്നത്? നിങ്ങൾ നിൽക്കുന്ന 2 രീതിയിലുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏതൊക്കെയാ? ഒന്നാമത്തേത് HSST ഈ തവണ അറ്റംപ്റ്റ് ചെയ്ത കുട്ടികൾ, അടുത്തത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, ആദ്യമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ. ആദ്യമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും, മനസ്സിലാക്കുക. HSST എഴുതിയ ഉദ്യോഗാർത്ഥികള് കഴിഞ്ഞ തവണ വരുത്തിയിട്ടുള്ള മണ്ടത്തരങ്ങള് എല്ലാം മാറ്റി പുതിയൊരു ചിന്താഗതിയോടുകൂടി, പുതിയൊരു സ്ട്രാറ്റജിയോടുകൂടി പഠിക്കേണ്ട സമയമാണ്. കഴിഞ്ഞ കൊല്ലത്തെ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജനറൽ പേപ്പറിന് എത്രത്തോളം പ്രസക്തി അവിടെ ഉണ്ടെന്ന്. 30 മാർക്കോളം ഉള്ള ജനറൽ പേപ്പറിൽ 70 മാർക്ക് എവിടെന്നാ ചോദിക്കുക? സബ്ജക്ട്, 30 മാർക്ക് ജനറൽ പേപ്പർ. ഈ ജനറൽ പേപ്പർ മര്യാദയ്ക്ക് പഠിച്ചാൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ കണ്ടതാണ്, അഡ്വൈസ് വളരെ കുറച്ച് അഡ്വൈസേ പോയിട്ടുള്ളൂ. നല്ല റാങ്ക് ഉണ്ടെങ്കിലേ ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഒരു PG കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സെറ്റ് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അധ്യാപന ജോലി എന്ത് തന്നെയാണ്? HSSTയും VHSCയും തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സിലബസ് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ആദ്യം സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓരോ സബ്ജക്ട് NVHSC എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ NVT എന്ന് പറയുന്ന പരീക്ഷ നടക്കാൻ പോകുന്നതിൽ എന്താണ് ജനറൽ പേപ്പർ, എന്തൊക്കെ വിഷയങ്ങൾ അവിടെ വരിക. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വീഡിയോ ആണ്. ഓൾറെഡി HSST പഠിച്ചവർക്ക് സെയിം സിലബസ് അവിടെ വരിക, സെയിം ലെവലിലുള്ള ചോദ്യങ്ങൾ അവിടെ വരിക. ഓക്കെ, അങ്ങനെ വരുമ്പോ നമുക്ക് നോക്കാം ജനറൽ പേപ്പറിന്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേക സ്ട്രാറ്റജിയും വേണ്ടതുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന നിങ്ങളുടെ വിഷയങ്ങളാണ്. നിങ്ങൾ BEd പഠിച്ചപ്പോഴോ MEd പഠിച്ചപ്പോഴോ ഇനി സെറ്റ് പഠിച്ചപ്പോഴോ നിങ്ങൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ വരുന്നത്. എന്താ വരുന്നത്? ഞാൻ നോക്കിക്കോളൂ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വിഷയത്തിന് 10 മാർക്ക്. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഈ റിസർച്ചും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇവനാണ് ഇവിടുത്തെ തുറുപ്പുചീട്ട്. ഈ പറയുന്ന HSST കഴിഞ്ഞ വട്ടം ഏകദേശം 7ഓളം പരീക്ഷകൾ നടന്നപ്പോൾ ഈ ഏരിയയില് 10 മാർക്കും സ്കോർ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ബാക്കി താരതമ്യം ചെയ്യുമ്പോൾ, ബാക്കി 20 മാർക്കിന് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ റിസർച്ചും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. കാര്യം എന്താ? ചെറിയൊരു സിലബസ് ഉള്ളൂ, അത്രേ പഠിക്കാനുള്ളൂ. പഠിച്ച ഏരിയ തന്നെയാണ് പൊതുവേ ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അടുത്ത നോക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമും റിനൈസൻസും. 3 പേരുടെയും പ്രത്യേകത എന്താ അറിയോ? 3 പേരും അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസാ. പ്രത്യേകിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്.
സോഷ്യൽ വെൽഫെയർ അത്ര കണ്ട് ബുദ്ധിമുട്ടല്ലെങ്കിലും അതും അത്യാവശ്യം മോശമില്ലാത്തൊരു GK ടോപ്പിക്കാണ്. ഇവിടെ ഒരുപാട് കറണ്ട് അഫെയർ വരും, ഒരുപാട് സ്കീമുകൾ വരും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. റിനൈസൻസിൽ PSCയിൽ ഏറ്റവും സർഫസ് ലെവലുള്ള റിലയൻസ് പൊതുവെ ചോദിക്കുക. ഈ HSST കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗുണമുണ്ട്. HSSTയുടെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ JLTക്ക് സെയിം സിലബസാ വരിക, HSSTക്ക് സെയിം സിലബസാ വരിക. ഇനി കഴിഞ്ഞ വട്ടത്തെ NVHSയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുക്കാം. കുറെ PYQ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും റിനൈസൻസും എന്താണ് വാസ്റ്റ് ആണ്, പക്ഷേ സിലബസ് ഔട്ടായിട്ട് ചോദിക്കാറില്ല, ഔട്ട് ഓഫ് ദ സിലബസ് ചോദിക്കാറില്ല. ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസിന് പുറത്ത് പോവാറുണ്ട്, സിലബസിന് പുറത്തുനിന്നും ചോദ്യങ്ങൾ എവിടെ ചോദിക്കാറുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട്. റിനൈസൻസിൽ അങ്ങനെയല്ല. റിനൈസൻസ് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാ ചോദിക്കുക, സിലബസിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുക. സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമിൽ എന്താ പ്രത്യേകത? കറണ്ട് അഫെയർ കൂടുതൽ ചോദിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നത്. GKയും കറണ്ട് അഫെയറും തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ പഠിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്ത് നോക്കാം. ഈ 5 മാർക്ക് അല്ല അവിടെ വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലാക്കുക. അതിനവിടെ സ്റ്റേ ചെയ്യിപ്പിക്കുക. ഫുള്ള് പ്ലാന്, വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് HSSTയുടെ റിസൾട്ട്, HSST കൊമേഴ്സിൽ ഞങ്ങളുടെ 1ാം റാങ്കും 2ാം റാങ്കും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജനറൽ പേപ്പറിന്റെ സ്ട്രാറ്റജി CCF എല്ലാം നിലവിൽ ആരുമില്ല. നമുക്ക് നോക്കാം എന്ത് സ്ട്രാറ്റജി മെയിൻ ആയിട്ട് പറയുന്നത് നോക്കാം. അടുത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്. കണ്ടോതാ ഏകദേശം ഇത്രയും ടോപ്പിക്കാണ് ഉള്ളത്. ഈ ടോപ്പിക് ഒന്നും ചെറിയ ടോപ്പിക്കാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് മുൻ പരിചയമുള്ള ടോപ്പിക്കുകളാണ്. റിനൈസൻസ് പോലെയോ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയോ നിങ്ങൾ മുന്നേ കേൾക്കാത്ത ടോപ്പിക് അല്ല. നിങ്ങൾ BEdലും അല്ലെങ്കിൽ MEdലും അല്ലെങ്കിൽ സെറ്റ് പഠിച്ചപ്പോഴും പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ തന്നെയാണ് ഇവിടെ ടീച്ചിങ്ങും റിസർച്ച് മെത്തഡോളജി എടുക്കുന്നത്. ധന്യ മിസ്സിന്റെ ക്ലാസ് കണ്ട് എല്ലാവർക്കും അറിയാം, നല്ല ക്ലാസ്സുകളാ, കണ്ടു നോക്കിയാൽ അറിയാം, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇനി എന്ത് രീതിയിലുള്ള പ്ലാൻ അവിടെ വേണ്ടത്? 10 മാർക്കാണ് ഈ 2 ഏരിയ എന്ന് ചോദിക്കുക. ആ 10ലും 10 മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് പുതിയ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. ഇത് 10 on 10 വാങ്ങിക്കാൻ പറ്റുന്ന പരീക്ഷ അല്ലെങ്കിൽ ഏരിയ. ഈ പരീക്ഷയിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5ൽ 5 വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ വാദിക്കുന്നില്ല, റിനൈസൻസ് 5ൽ 5 വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, സോഷ്യൽ വെൽഫെയറും 5ൽ 5 വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും 10ൽ 10 വാങ്ങിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്ത് ഏകദേശം ഒരു 8 മാർക്ക് എങ്കിലും വാങ്ങിക്കേണ്ട ടോപ്പിക്കാണ്, പഠിച്ചാൽ കിട്ടുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചിടത്തോളം, റിസർച്ച് ബാക്കി റിനൈസൻസ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര പഠിച്ചാലും കിട്ടുമെന്ന് അത്ര ഉറപ്പൊന്നുമില്ല. ഈ ഏരിയ അങ്ങനെയല്ല, ഇതൊരു തിയറി ഏരിയ ആണ്. നല്ലോണം പഠിക്കൂ, മാർക്ക് കിട്ടും. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ BEd പഠിച്ചതിനേക്കാൾ കൂടുതൽ MEdൽ പഠിച്ച കാര്യങ്ങളാ ചോദിക്കുക. സെറ്റില് അത്രയും പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ പഠിക്കണം, നെറ്റിനുള്ള കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, നെറ്റ് ലെവലിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കുറച്ചുകൂടെ ആധികാരികമായിട്ട് ഇവിടെ ധന്യ മിസ് കുറച്ചും കൂടെ ആധികാരികമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടാവും. എന്നാലും മനസ്സിലാക്കുക, സെറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളല്ല ഇവിടെ ചോദിക്കാൻ പോകുന്നത്, നെറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ പഠിക്കുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ സെറ്റ്, BEd, HSA, നെറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇവിടെ കൺസെപ്റ്റ്, റിവൈസ്, പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യം ചെയ്താൽ തന്നെ 10ൽ 10 മാർക്ക് കിട്ടും. എങ്ങനെയാണല്ലേ? ആദ്യം കൺസെപ്റ്റ് പഠിക്കുന്നു, ഒന്നും അറിയാത്തവര് അല്ലെങ്കിൽ പണ്ടേ പഠിച്ചു വിട്ടവരാണ്, സെറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ കാര്യമായിട്ട് ഏരിയ പഠിച്ചിട്ടില്ല എന്നുള്ളവർ ആദ്യം എന്ത് ചെയ്യുക? ഒന്നാമത്തെ കാര്യമായിട്ട് എന്ത് ചെയ്യുക? കൺസെപ്റ്റ് പഠിക്കുക. എന്നിട്ട് ആ കൺസെപ്റ്റ് ഒരു നോട്ടാക്കി വെച്ചു. നോട്ട് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശേഷം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ കൺസെപ്റ്റിൽ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കൺസെപ്റ്റ് ചെല്ലുക, വീണ്ടും റിവൈസ് ചെയ്യുക. ഈ സർക്കിൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. മാക്സിമം PYQ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. 10ൽ 10 മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഒരു പേപ്പറിൽ. അടുത്ത പേപ്പർ വരുമ്പോൾ ഇങ്ങനെയല്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു അവസ്ഥയല്ല വരാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഡിഗ്രി പ്രിലിംസിനെല്ലാം, ഡിഗ്രി പ്രിലിംസ് PSCക്കും LDCക്കും പഠിക്കുന്ന ഫുൾ ടോപ്പിക് ഒന്നും കൂടെ പഠിക്കേണ്ട. ഇവർ പറയുന്ന ഈ ഒരു ഏരിയ ആണ് പഠിക്കേണ്ടത്. ഇതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രിയാമ്പിള് ചോദ്യം ചോദിക്കുന്ന ഏരിയ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജുഡീഷ്യറി ഇമ്പോർട്ടന്റ് ആണ്. അമെൻമെന്റ്, എമർജൻസി, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാറ് പറഞ്ഞത് ഇപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ പൊളിറ്റി ഒന്ന് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. PYQ ചെയ്യുമ്പോൾ ഈ പരീക്ഷ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ എവിടെ ചോദിക്കുക? ഇവിടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ചോദിക്കുക. വെറുതെ A, B, C, D ഫാക്ച്വൽ ചോദ്യങ്ങളല്ല ചോദിക്കുക, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ചോദിക്കുക.
അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? കുറെ ഫാക്റ്റുകൾ പഠിക്കുകയല്ല വേണ്ടത്, കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്തിൽ വേണ്ടത്? പൊളിറ്റിയില്, കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടത്. സമയം എടുത്ത് തന്നെ പഠിക്കണം. 5 ചോദ്യങ്ങളാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം 5 ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷനും പ്ലസ് 5 ചോദ്യം സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമും ആണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ചിലപ്പോൾ എത്ര ചോദ്യം ചോദിക്കും? 8 ചോദ്യം ചോദിക്കും. നമ്മുടെ സോഷ്യൽ വെൽഫെയറിന് 2 ചോദിക്കുള്ളൂ. എപ്പോഴും PSCക്ക് ഏറ്റവും ഇഷ്ടം പൊളിറ്റി തന്നെയാണ് സോഷ്യൽ വെൽഫെയറിനേക്കാളും. ഇനി സോഷ്യൽ വെൽഫെയറിലേക്ക് വരുമ്പോഴോ കാര്യങ്ങൾ കുറച്ചുകൂടെ അവതാളാവും. നമുക്ക് നോക്കാം. പൊളിറ്റിയില് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, ഇന്ത്യൻ പൊളിറ്റി മൊത്തം പഠിക്കുക എന്നുള്ളതല്ല. ഏതല്ല? ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും LDCക്കും LGSനും എല്ലാം പഠിക്കുന്ന ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ബുക്ക് മൊത്തം പഠിക്കുക എന്നുള്ളതോ ഇന്ത്യൻ പൊളിറ്റി മൊത്തം പഠിക്കുക എന്നുള്ളതോ ഒന്നുമല്ല. സിലബസ് മനസ്സിലാക്കുക. വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഫാക്ച്വൽ ആയിട്ടുള്ള ഡാറ്റ മാത്രം പഠിച്ചാൽ പോരാ. കുറെ ആർട്ടിക്കിളുകളും കുറെ ഷെഡ്യൂളുകളും മാത്രം പഠിച്ചാൽ പോരാ. പകരം എന്താ ചെയ്യേണ്ടേ? കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താണ് അമെൻമെന്റ്? എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെല്ലാമാണ് ആദ്യം വരുന്നത്? പാർട്ടുകളെ മനസ്സിലാക്കി പഠിക്കുക, ആർട്ടിക്കിളുകളെ മനസ്സിലാക്കി പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ വെറുതെ ഫാക്റ്റുകൾ പഠിച്ചാൽ മാത്രം പോരാ, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, മോർ ക്വസ്റ്റ്യൻസ് ദാൻ 5. 5 മാർക്ക് ഉള്ളെങ്കിലും 8 to 9 ചോദ്യങ്ങൾ വരെ ചോദിച്ച പേപ്പറുകൾ കഴിഞ്ഞ HSSTയിലും NVHSCയിലും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഏറ്റവും കോർ ഏരിയ എന്ന് മനസ്സിലാക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരും. ടോപ്പിക് കവർ ചെയ്യുക. ഈ പറയുന്ന സിലബസ് മൊത്തം കവർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അജണ്ട. അതിനുള്ള മുഴുവൻ ക്ലാസ്സുകളും റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പോരാത്തതിന് വീക്കിലി എക്സാമുകളും CC നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നിങ്ങൾ ലക്ഷ്മികാന്ത് വായിക്കാനോ ഈ പരീക്ഷയുടെ PYQ നോക്കാനോ ഒന്നും തെണ്ടി നടക്കേണ്ട കാര്യമില്ല. എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാൽ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം. സോഷ്യൽ വെൽഫെയറിൽ മനസ്സിലാക്കേണ്ടത് എന്താ? പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളാണ് PSC എങ്കിൽ നിങ്ങൾ ചോദ്യം കൂടുതൽ ഇടാൻ പോകുന്ന ഏരിയ ഏതാ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അടുത്തത് വുമൺ ആൻഡ് ചിൽഡ്രനെതിരെയുള്ള അട്രോസിറ്റീസ്, അതിക്രമങ്ങൾ, എൻവിയോൺമെന്റ്, എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇവിടെ നിന്നൊക്കെ ചോദ്യം ഇടാൻ പോകുന്നത്. PSC അത് തന്നെ ചെയ്യുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നാണ്. രണ്ടാമത് ചിൽഡ്രനും വുമണ്ണും എതിരെയുള്ളത്. മൂന്നാമത്തത് സ്കീമുകൾ, സോഷ്യൽ വെൽഫെയർ സ്കീം. ഇതൊക്കെ എന്നാ ചോദിക്കുക? കഴിഞ്ഞ വട്ടം ചോദിക്കാൻ സാധ്യതയുള്ള സോഷ്യൽ വെൽഫെയർ സ്കീമിന്റെ ഒരു PDF നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു HSSTയുടെ എല്ലാ ഗ്രൂപ്പുകളിലും. ആ PDF നിന്ന് മാത്രമേ സ്കീമുകൾ ചോദിച്ചിട്ടുള്ളൂ, അല്ലാത്ത സ്കീമുകൾ ചോദിച്ചിട്ടേ ഇല്ല. നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. സോ ആ രീതിയിൽ പരീക്ഷയെ മനസ്സിലാക്കി PSC എങ്ങനെയാ ചോദിക്കുന്നത് മനസ്സിലാക്കി ജനറൽ പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി റിനൈസൻസ് വരുമ്പോ എന്ത് മാറ്റാ വരിക? ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ പഠിക്കേണ്ട വരും. കൺസെപ്റ്റ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ PM റോസ്ഗാർ യോജന മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പൊ HSST ചോദിച്ചൊരു ചോദ്യമാണ്, VHSCക്കും സെയിം ചോദ്യം പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് എന്താ കുട്ടി ഉണ്ടായി കഴിഞ്ഞ 6000 കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട്, മാതൃവന്ദന യോജന. അതില് ആദ്യത്തെ കുട്ടി മെയിൽ ആണോ ഫീമെയിൽ ആണോ പ്രശ്നമല്ല. രണ്ടാമത്തെ കുട്ടി ഫീമെയിൽ ആണെങ്കിൽ മാത്രമേ ആ പൈസ കിട്ടുള്ളൂ. ഓക്കെ, ആ ചോദ്യം ചോദിച്ചു. കാര്യം എന്താ? അത് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വുമൺ എംപവർമെന്റ്, ഇതുമെല്ലാം ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കി ഇപ്പൊ VBG റാംജി എന്ന് പറയുന്ന പുതിയ പ്രോഗ്രാം വന്നു. അവിടുന്ന് ചോദ്യം ചോദിക്കും. സോ കറണ്ട് അഫെയർ ബേസ് ചെയ്ത് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, സ്കീമുകൾ പഠിക്കുക, PYQനെ മനസ്സിലാക്കുക. ഇതാണ് അവിടെ ചെയ്യേണ്ടത്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമിൽ ചെയ്യേണ്ടത്. മുന്നോട്ട് പോയാൽ റിനൈസൻസ് വലിയ ടോപ്പിക്കാണ്. ഇതാ 1 പേജ്, 2 പേജ്, 3 പേജ്, 4 പേജിലാണ് ഇത് തീരുന്നത്. പക്ഷേ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ SNDP യോഗം ഇവിടെ ഉണ്ടാവും. SNDP യോഗത്തിന്റെ റിവോൾട്ടുകൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, റിവോൾട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ SNDPയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എവിടെ ഉണ്ടാവും? ലീഡേഴ്സിൽ ഉണ്ടാവും. SNDPയുമായിട്ട് ബന്ധപ്പെട്ട ആരാളാ? ശ്രീനാരായണ ഗുരു. അതുപോലെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാ. സോ അത് വേറെ അല്ല പഠിക്കണ്ടേ, ഒരുമിച്ചാ പഠിക്കണ്ടേ. നമ്മുടെ മാരത്തോൺ, നമ്മുടെ ആശാമിസ് മാരത്തോണിന് കയറുന്നു. ആശാമിസ് ഇതിന്റെ ഫുൾ ബൂസ്റ്റർ ബാച്ച് എടുത്തത്. 10-12 കൊല്ലത്തെ പ്രവൃത്തി പരിചയമുള്ള ടീച്ചേഴ്സാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റിനൈസൻസും GKയും പൊളിറ്റിയും പോലെ ടോപ്പിക് എടുക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താ? ചെറിയ സമയത്തിൽ തരുന്നത് പഠിച്ചാൽ മതി.
അല്ലാതെ ഇനി PYQന് നിങ്ങൾ പോയി മനസ്സിലാക്കുന്നു, നിങ്ങൾ അതിനൊക്കെ സമയം കണ്ടെത്തുന്നു, നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ ഇതാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഇത്രയൊക്കെയാണ് സിലബസിൽ വരുന്നത്. റിനൈസൻസിന്റെ കാര്യത്തോളം കമ്പൈൻ ചെയ്ത് പഠിക്കുക, ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക. ഏതൊരാളെ പറ്റി പഠിക്കുമ്പോഴും ഫോർ എക്സാമ്പിൾ ഏതൊരാളെ പഠിക്കാൻ നേരത്ത്, ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പഠിക്കാൻ നേരത്ത് അദ്ദേഹം ജനിച്ച സ്ഥലം, അദ്ദേഹത്തിന്റെ ലിറ്റററി വർക്ക്, അദ്ദേഹത്തിന്റെ ഏതൊക്കെ റിവോൾട്ട്, ഏതൊക്കെ സ്ട്രഗിളുകളിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്, ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ, ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ശ്രീനാരായണ ഗുരു മാറി ഇവിടെ പൊയ്കയിൽ യോഹന്നാൻ വന്നാലും ഇത് തന്നെ ചെയ്യണം, അവിടെ വക്കം മൗലവി വന്നാലും ഈ സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യണം. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി പഠിക്കുക. നമ്മൾ കഴിഞ്ഞ വട്ടത്തെ HSSTയുടെയും NVHSCയുടെയും JLTയുടെയും പേപ്പർ നോക്കുമ്പോൾ സർഫസ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഇവിടെ വരുന്നുള്ളൂ. ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചോദ്യങ്ങൾ പാടാവുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഒരുപാട് താഴെ പോയിട്ട് സിലബസ് തീർക്കാതിരിക്കുമ്പോൾ. സിലബസ് തീർക്കുക. ഫാക്ച്വൽ ടോപ്പിക് ആണ്, സിലബസ് കവർ ചെയ്യുക. എല്ലാം സിലബസും നോട്ട് ഉണ്ടാക്കി വെച്ച് പഠിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയരണം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഏതാണ്ട് തീർന്നു. പിന്നെ വരാൻ പോകുന്നത് എന്താ? ജനറൽ നോളജ് ആണ്. ഈ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയർ നിങ്ങൾ എത്ര പഠിക്കും? 5 മാർക്ക് അവിടെ ഉള്ളത്. ഭീകരമായിട്ട് ചോദിക്കുന്നില്ല. കാര്യം എന്താ? സ്കീംസ് തന്നെയാണ് ഇവിടെ കറണ്ട് അഫയറിൽ വരുന്നത്. ഈ മുകളിൽ പറഞ്ഞ പൊളിറ്റിയുടെയും സോഷ്യൽ വെൽഫെയറിന്റെയും കറണ്ട് അഫയേഴ്സ് തന്നെ ഇവിടെ ചോദിക്കുക. കറണ്ട് അഫയറിന് വേണ്ടി ഒരുപാട് സമയം മാറ്റി വെക്കുക എന്നുള്ളത് ബുദ്ധിയല്ല. ആ ഐഡിയയും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാണ്. PYQ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ആകെ 1-2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കറണ്ട് അഫയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 12 മാസത്തെ എല്ലാ കറണ്ട് അഫയറും പഠിക്കണം. നടപടിയുള്ള കാര്യമാണോ? അല്ല. നിങ്ങൾക്ക് 70 മാർക്കിന്റെ സബ്ജക്ട് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യൻ പൊളിറ്റി വാസ്റ്റ് ആണ്. നിങ്ങൾക്ക് ടീച്ചിങ് ആൻഡ് റിസർച്ച് മെത്തഡോളജി പഠിക്കാനുണ്ട്. ആ മെത്തഡോളജിയിലെ റിസർച്ച് മെത്തഡോളജിയുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ 10 മാർക്ക് വാങ്ങിക്കാനാണ് എളുപ്പം ഈ 5 മാർക്കിന്റെ റാൻഡമിന് പുറകെ ഓടുന്നതാണ് നല്ലത്? മറ്റേ 10 മാർക്കും സോഷ്യൽ വെൽഫെയറിനെ പുറകെ ഓടുന്നതാണ് നല്ലത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചോദ്യങ്ങൾ കണ്ടോ? പാരാ അത്ലറ്റിക്സ് നടന്നത് എവിടെയാണ്? തെലുങ്കാനയുടെ സ്റ്റേറ്റ് സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി ഡിക്ലെയർ ചെയ്തത് എന്താണ്? ഇങ്ങനെയുള്ള റാൻഡം ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇനി ഏരിയാസ് നോക്കിക്കോളൂ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 10 മാർക്കിൽ നിങ്ങൾക്ക് 8 മാർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റണം. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ വെൽഫെയറിൽ നിന്ന് 10 ചോദ്യങ്ങൾ ഉണ്ടാവുക. ചിലപ്പോ 8-2 ആയിരിക്കും, 8 പൊളിറ്റിയും 2 സോഷ്യൽ വെൽഫെയർ ആയിരിക്കും, ചിലപ്പോ 5-5 ആയിരിക്കും. എങ്ങനെയും ആവാം. ഇവിടെ നിന്നിട്ട് ഒരു 6 to 7 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റണം. അങ്ങനെ മുകളിൽ ഇവിടെ ഒരു 8 മാർക്ക് സ്കോർ ചെയ്തു, ഇവിടെ ഒരു 6 മാർക്ക് എങ്കിലും സ്കോർ ചെയ്തു. ഈ റിനൈസൻസിൽ നിന്ന് 2 to 3 മാർക്ക് സ്കോർ ചെയ്താൽ ഈ 30-ന്ന് ഏകദേശം 15 to 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊരു അടിപൊളി സ്കോർ തന്നെയാണ്. 20 മാർക്ക് വരെ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് തന്നെ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അത്രയും വാസ്റ്റ് ഏരിയ. പക്ഷേ കുറച്ച് കുറുക്കു വഴികളുണ്ട്. എന്റെ ക്ലാസ്സിൽ മുന്നേ ഇരുന്നവർക്ക് അറിയാം, നമ്മൾ കുറെ സ്റ്റേറ്റ്മെന്റ് വൈസ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധിപരമായിട്ട് ചെയ്യാനുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണം, ചോദ്യങ്ങൾ എങ്ങനെയാ വരാ. ഫോർ എക്സാമ്പിൾ, പൊളിറ്റിയിലെ ചോദ്യങ്ങൾ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ് വരാറ്. സോഷ്യൽ വെൽഫെയർ എന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി കണ്ടോ, പൊളിറ്റിയിൽ വീണ്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വന്നു. ഇനി നിങ്ങൾ ഇത് നോക്കിക്കോളൂ. ഇതൊക്കെ പൊളിറ്റി സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാ. പൊളിറ്റിയിൽ പക്ഷെ എന്ത് ചെയ്യും, കുറച്ച് ഫാക്ച്വൽ ചോദ്യങ്ങളും ചോദിക്കും. മുന്നോട്ട് പോയാൽ കണ്ടോ, സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളും മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങളാണ് പൊളിറ്റിന്ന് ചോദിക്കുക. ആ സമയത്ത് റിനൈസൻസിൽ നിന്ന് നേരെ ഡയറക്റ്റ് ഫാക്ച്വൽ ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒറ്റ വരി ചോദ്യങ്ങളാണ് റിനൈസൻസിൽ നിന്ന് ചോദിക്കുക. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പൊളിറ്റിയും സോഷ്യൽ വെൽഫെയറും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിനൈസൻസിൽ നിന്ന് ഫാക്ച്വൽ ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസാ വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 30 മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഏറ്റവും പുതിയ NVHSയുടെ ബാച്ച് CCയിൽ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഏത് വിഷയവും ആയിക്കോട്ടെ, ഞങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ ബയോളജി, കൊമേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിനെല്ലാത്തിനും, ഇംഗ്ലീഷ്, ഇതിനെല്ലാത്തിനും ക്ലാസ്സസ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ഫാക്കൽറ്റീസ് ചില്ലറക്കാരാവില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെന്റർ ഉണ്ടാവും. ആ മെന്ററും ഇതുപോലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത മെന്റർ ആയിരിക്കും. ഞങ്ങൾ ഓൾറെഡി സക്സസ്ഫുള്ളി ഒരു HSST ബാച്ച് കംപ്ലീറ്റ് ചെയ്തതാണ്. NVHSയുടെ ഏറ്റവും പുതിയ ബാച്ച് തുടങ്ങാൻ പോവാണ്. സിലബസ് ഏതാണ്ട് സെയിം ആണ്. ഫുൾ സെറ്റപ്പുമായിട്ട് ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ കൂടെ, എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ കൂടെ
റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഗ്രൂപ്പിൽ ഡെയിലി ആക്ടിവിറ്റിയും വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.